ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ വാലൻറ്റൈൻസ് ഡേ ഒക്കെ കഴിഞ്ഞ് ആ ഒരു ചൂട് മാറിയിട്ടില്ല അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വാലൻറ്റൈൻസ് ഡേക്ക് 1-2 കേക്ക് ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ സത്യത്തിൽ മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു തെറ്റ് ചെയ്യണ പോലുള്ള ഫീൽ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നമ്മൾ മോർണിംഗ് ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ നമ്മൾ ഹീറ്ററിൻ്റെ LED കത്തുന്നില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്കൊരു റിപ്പയർ ഹീറ്ററിന് ഞാൻ ചെയ്യലുണ്ട്. അപ്പോൾ ഞാൻ സക്സസ് ആകുമോ നോക്കിയപ്പോൾ LED കത്തിക്കാനുള്ള വേള എനിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ തെച്ചൊക്കെ അങ്ങോട്ട് തന്നെ പൂട്ടി വെച്ച് അങ്ങനെ നമ്മൾ മോർണിംഗ് ഡ്രിങ്കും ബാക്കി പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ വാലൻറ്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ ഈ പ്രേമിക്കുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് എടുക്കാനുള്ളൊക്കെ ദിവസമാണല്ലോ അല്ലേ. അപ്പോൾ ഏതായാലും ഞാനും ആ കൂട്ടത്തിൽ ഗിഫ്റ്റ് വാങ്ങിയിരുന്ന ഒക്കെ ഒരാളാണെങ്കിലും കൂടിയിട്ട് ഇപ്പോൾ പറയാൻ പറ്റുമോ പറ്റില്ല എനിക്കറിയില്ല. ഏതായാലും അപ്പോൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. അപ്പോൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഒരു വിചാരമുണ്ട്, പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ പിന്നെ ലൈഫ് മുഴുവൻ ജിങ്കാലാല അടിപൊളി അത് ഇതെന്നൊക്കെ. പക്ഷേ ആക്ച്വലി സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, പ്രേമിച്ച് കല്യാണം കഴിച്ചാലും അല്ലാതെ കല്യാണം കഴിച്ചാലും കല്യാണത്തിന് ശേഷമൊക്കെ ഏറെക്കുറെ കണക്കിനാണ് കേട്ടോ. സത്യത്തിൽ സംഭവിക്കുന്നത് അതാണെന്നാണ് ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ കണ്ടതിൽ വെച്ച് ഞാൻ പറയാണ് കേട്ടോ. എൻ്റെ അനുഭവത്തിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ കണ്ടത്. എല്ലാവർക്കും ഒരുപോലെ ആയിക്കൊള്ളുന്നില്ലല്ലോ, ഓരോരുത്തർക്കും ഓരോ വിധിയാണ്. പിന്നെ പക്ഷേ എങ്കിലും ഏറെക്കുറെ ഞാൻ കണ്ടതിൽ വെച്ച് കല്യാണം കഴിച്ചാൽ പ്രേമിച്ചതായാലും അല്ലാത്തതായാലും ഒക്കെ ഏകദേശം ഒക്കെ സെയിം തന്നെയാണ് സംഭവം. കല്യാണം കഴിയണവരെ നമുക്ക് ഈ പ്രേമിക്കുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹാപ്പി ആക്കിയാൽ മതി. പക്ഷേ കല്യാണം കഴിയുമ്പോൾ ഭർത്താവിന് ചിലവുകൾ, കുട്ടികൾ, മക്കൾ, വീട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭർത്താവിന് വരുന്നത്, ഭാര്യയ്ക്ക് അതുപോലെ വേറെ കുറേ കാര്യങ്ങൾ ഭാര്യയ്ക്ക് വരുന്നത്. സത്യത്തിൽ ഞാൻ ഇപ്പോൾ അടുത്തൊരു സിനിമ ഉണ്ട്, ഡാഡാന്നായിരുന്നു, അതങ്ങനെയാണെന്ന് ആ പേര് തോന്നുന്നത്, തമിഴ് സിനിമ. ആ സിനിമയിൽ സംഭവിക്കുന്നത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലൊക്കെ സംഭവിച്ചത്. ഹസ്ബൻഡിൻ്റേതായ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മൾ ഹസ്ബൻഡിന് വേണ്ടി കുറേ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവും, ഹസ്ബൻഡ് നമുക്ക് വേണ്ടി കുറേ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനോ ഒന്നും പറ്റിയൊരു സാഹചര്യം ആയിരിക്കും രണ്ടാൾക്കും ഉണ്ടാവുക. ഓൾക്ക് ഓളുടേതായ പ്രശ്നങ്ങൾ, നമുക്ക് നമ്മളുടേതായ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ പ്രേമിച്ചതാണ് വെച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം. എൻ്റെ മാത്രം അനുഭവത്തിൽ നിന്നല്ല, കുറച്ച് പേരുടെ അനുഭവത്തിൽ നിന്ന്. അപ്പോൾ ഞാൻ പ്രേമിച്ചലാണ് അയച്ചതാണ്. അത് വെച്ചിട്ട് എനിക്ക് വേണ്ടില്ലേനൊന്നും തോന്നിയിട്ടില്ല എങ്കിലും പിന്നെ പൂർണ്ണമായിട്ട് പ്രേമിച്ചലാണ് വെച്ചാൽ സക്സസ് ആണ് എന്നൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കണില്ല. പിന്നെ നമ്മളെല്ലാവരും ഒരു വിചാരമുണ്ട്, പ്രേമിച്ചലാണെന്ന് വെച്ചാൽ തമ്മിൽ അടി കൂടില്ലാന്ന്. അതും ഒരു തെറ്റായ ഒരു മിഥ്യാധാരണയാണ്. അടി കൂടേണ്ടത് അടി കൂടുക തന്നെ ചെയ്യും. അത്യാവശ്യം ഞങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളൊക്കെ അടി കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഞാൻ മാത്രമല്ല, ഞാൻ ഈ കണ്ടു എന്ന് പറയപ്പെടുന്ന ആളുകളിലൊക്കെ അടികൂടലും എല്ലാം ഈ പ്രേമിക്കാതെ കല്യാണം കഴിച്ചോൽ അടികൂടില്ല എന്നൊരു ജസ്റ്റിഫിക്കേഷനും അതിനില്ല കേട്ടോ. അപ്പോൾ അടി കൂടുന്നത് ഇനിയിപ്പോൾ പ്രേമിച്ചാലും ശരി പ്രേമിച്ചില്ലെങ്കിലും ശരി അടികൂടേണ്ട സാഹചര്യം വരുമ്പോൾ ആരായാലും കൂടും. അപ്പോൾ പ്രേമിച്ചു എന്ന് കരുതിയിട്ട് ഒരു പ്ലസ് പോയിൻ്റ് ഉള്ളത് എന്തെന്ന് വെച്ചാൽ, നമുക്ക് പരിചയമുള്ള ഒരാളെ കല്യാണം കഴിക്കാം. ഒരു അപരിചിതരായ ആളെ പിന്നെ കല്യാണം കഴിക്കണ്ട എന്നുള്ളൊരു പ്ലസ് പോയിൻ്റ് മാത്രമേ ഞാൻ അതിൽ കാണുള്ളൂ. പക്ഷെ പ്രേമിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ എന്നത്തേക്കും നമുക്കൊരു നല്ല നൈസായിട്ടുള്ളൊരു ഓർമ്മയാണ്. അപ്പോൾ അത് കിട്ടാൻ നിങ്ങൾ പ്രേമിക്കണം എന്ന് തന്നെ നിർബന്ധമില്ലല്ലോ. നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ ഒരു 1.5 വർഷമൊക്കെ നിക്കാഹ് കഴിച്ചിടണം. അപ്പോൾ നമുക്ക് ആ ഒരു ഫീലിങ്ങും കിട്ടും. ആരും വെറുപ്പിക്കും വേണ്ട, മര്യാദയ്ക്ക് കല്യാണവും കഴിക്കുക. പിന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ നമുക്ക് എന്ത് വന്നാലും നമ്മളായിട്ട് സെലക്ട് ചെയ്തത്, ഇനിയിപ്പോൾ ഹസ്ബൻഡിൻ്റെ ഭാഗത്തായാലും നമ്മളെ ഭാഗത്തായാലും ഒക്കെ നമ്മളായിട്ട് സെലക്ട് ചെയ്തതുകൊണ്ട് നമ്മളായിട്ട് അനുഭവിക്കണം ഒരിത് നമുക്കും ഉണ്ടാവും, നമ്മളെ കൂടെയുള്ളവർക്കും ഉണ്ടാവും. ആക്ച്വലി അങ്ങനെ ഉണ്ടാവും എന്തായാലും. പിന്നെ നമുക്ക് നമ്മളെ പേരൻസിനായാലും നമ്മളെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാൻ ഓൾക്കൊരു ഉൾവലിവുണ്ടാവും. പിന്നെ നമുക്ക് ഓലോട് പറയാനൊരു ഉൾവലിവുണ്ടാവും. അങ്ങനെ പിന്നെ വേറെ കുറേ പ്രശ്നങ്ങൾ, പല ജാതി പ്രശ്നങ്ങൾ പുറമെ വേറെ ഉണ്ടാവും. അപ്പോൾ പ്രേമിക്കാതെ നമ്മൾ ഈ നിക്കാഹ് കഴിച്ച് കല്യാണം കഴിക്കലാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമുക്ക് ഈ പ്രേമിക്കുന്ന ആ ഒരു ഫീലിങ്സും രസവും ഒക്കെ കിട്ടും ചെയ്യും. ആരെയും വെറുപ്പിക്കും വേണ്ട, മര്യാദയ്ക്ക് നൈസായിട്ട് കല്യാണം കഴിച്ച് പോവുകയും ചെയ്യുക. കല്യാണം കഴിഞ്ഞാലും നമുക്ക്, പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്കൊക്കെ എൻ്റേതുമാതിരി തന്നെ എല്ലാവരും ആയിക്കൊള്ളണമെന്നില്ല, പക്ഷെ എനിക്കൊക്കെ കല്യാണം കഴിഞ്ഞ ഓർമ്മകളെക്കാട്ടും ഇഷ്ടം, ആലോചിക്കാനും ഓർക്കാനൊക്കെ ഇഷ്ടം കല്യാണം കഴിക്കുന്നതിന് മുന്നുള്ള കാലമാണ്. അപ്പോൾ ഓരോരുത്തർക്കും പല ഇതും ആവാം. പക്ഷേ ഏറെക്കുറെ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നിക്കാഹ് കഴിഞ്ഞിട്ട് ഒരു 1.5 വർഷം ജോളിയായിട്ട് നടക്കാൻ വിടുക.
എന്നിട്ട് കല്യാണം കഴിക്കുക. നിക്കാഹ് കഴിഞ്ഞ് പിന്നെ പിറ്റേന്ന് തന്നെ ഓളെ വീട്ടിലേക്ക് നിൽക്കാൻ പോകാനുള്ള നിക്കാഹല്ല കേട്ടോ ഉദ്ദേശിച്ച്. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞതിന് വെച്ചിട്ട് പിറ്റേന്ന് അവിടേക്ക് പോകാനുള്ള സർട്ടിഫിക്കറ്റാണ് എന്നുള്ള ആ വിധത്തിലുള്ള നിക്കാഹല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിക്കാഹ് കഴിഞ്ഞിട്ട് കുറച്ച് പ്രേമിച്ചെടുക്കുക, അപ്പോൾ ഒരു രസമുണ്ട്. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞുകൊണ്ട് പിന്നെ മാരീഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ കുട്ടികളായി മക്കളായി ബാധ്യതകളായി അങ്ങനെയാണല്ലോ. അപ്പോൾ അതങ്ങനെയും പോകുമ്പോൾ അത് ഒരു നൈസായിട്ടുള്ള ആരെയും ബുദ്ധിമുട്ടിക്കാതെ പ്രേമിക്കാനുള്ള ഒരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്ക് ഇന്നലെ ഇപ്പോൾ അതൊക്കെ കൊടുത്തപ്പോൾ മനസ്സിൻ്റെ ഉള്ളിലൊരു ഫീലിങ്സ് ഉണ്ട്. കാരണം ഞാനിപ്പോൾ ഒരു ഉമ്മല്ലേ, അപ്പം നമുക്ക് നമ്മുടേതായ ചിന്തകളിലും നമ്മളിതിലൊക്കെ അതിൻ്റേതായ മാറ്റങ്ങൾ വരുമല്ലോ. അപ്പോൾ ആ ഒരു ഫീലിങ്സിൻ്റെ ഇതിന്ന് പറയുകയാണ്. അപ്പോൾ മാക്സിമം പ്രേമിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ആരായാലും അങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ. പക്ഷേ ആക്ച്വലി അതിൽ ഇങ്ങനെ ചിലരുണ്ട്, തീരെ അടി ഉണ്ടാവില്ല, ജോളി ലൈഫായിരിക്കും, നമ്മളെ മനസ്സിലാക്കുന്ന ആളാവുമ്പോൾ അങ്ങോട്ടാണ് അങ്ങനെ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ട് പ്രേമിച്ചേ കല്യാണം കഴിക്കുള്ളൂ എന്നുള്ള ടീംസ്. അപ്പോൾ അത്തരക്കാരോടാണ് ഞാൻ പറയണത്. പലരും പ്രേമം അറിയാതൊക്കെ അങ്ങനെ ആയിപ്പോണാണ്. പക്ഷെ ഇങ്ങനത്തെ കുറച്ച് ടീംസ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അത്തരക്കാരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളെന്ത് ചെയ്യുക, വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട പിന്നെ ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെറ്റാവുന്ന ടീംസ് നോക്കിയിട്ട് നിക്കാഹ് കഴിച്ച് 1.5 കൊല്ലം ആസ്വദിച്ച് പ്രേമിക്കുക, പിന്നെ കല്യാണം കഴിക്കുക. അപ്പോൾ അതാണ് എൻ്റെ ഒരു സജഷൻ കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാട്ടോ ഈ വീഡിയോ ഇന്നെടുത്തതോ ഇന്നലെ എടുത്തതോ ഒന്നുമല്ല, കുറേ മുന്നെടുത്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ വാഴപ്പിണ്ടിൻ്റെ ഉപ്പേരിയും ചിക്കൻ പൊരിച്ചും ചോറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞാണ്ട് കുറച്ച് വാഴപ്പിണ്ടി ബാക്കി ഉണ്ടായപ്പോൾ അത് ഉപ്പിലിട്ടാൽ ഭയങ്കര ടേസ്റ്റാണെന്ന് മോള് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓളൊരു സമാധാനത്തിന് അതും കുറച്ച് ജാതിക്കയും കൂടിയിട്ട് ഉപ്പിലിട്ടും വെക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എല്ലാവരും കേട്ടിട്ട് നിങ്ങളെ അഭിപ്രായം എന്താ? നിങ്ങളിലും ഉണ്ടാവില്ലോ, കാണുന്നതിലൊക്കെ പറയുമ്പോൾ പലർക്കും രണ്ടിലേനും തോന്നിയോ എന്നൊരു ഡൗട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും അതല്ല, എല്ലാത്തിനും അതിൻ്റെതായ എന്താ പറയുക മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. അത് വെച്ചിട്ട് ഞങ്ങൾ തമ്മിൽ സ്നേഹമില്ലാന്നോ കെയറിങ് ഇല്ലാന്നോ ഇതില്ലാന്നോ ഒന്നുമല്ല, എല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ അടിയും ഉണ്ട്. അപ്പോൾ അടി ഉണ്ടാവില്ല വിചാരിച്ചിട്ട് ആരും പ്രേമിക്കാൻ നിൽക്കണ്ട എന്നാണ് ഞാനിതിലൂടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ശരി.